നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ലാസ്റ്റ് എക്സസൈസിൽ 13th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ ദ പോയിൻറ്റ്സ് ഡി ഇ ആൻഡ് എഫ് given that the coordinates of D, E and F are 5,1, 6,5 and 0,3 respectively. Find the coordinates of A, B and C. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിൾ എ ബി സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഡി ഇ എഫ് ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് സൈഡ് എടുക്കുന്നോ അതനുസരിച്ച് ഓരോരുത്തരുടെയും കോർഡിനേറ്റ്സ് കിട്ടുന്നത് സെയിം ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഡിയും ഇയും എഫും ഏത് സൈഡിലെടുക്കുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരാം കേട്ടോ. പക്ഷേ കോർഡിനേറ്റ്സ് കിട്ടുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എ ബിയുടെ മിഡ് പോയിൻ്റ് ഡി ആയിട്ടെടുക്കുന്നു, ബി സിയുടെ മിഡ് പോയിൻ്റ് ഇ ആയിട്ടെടുക്കുന്നു, എ സിയുടെ മിഡ് പോയിൻ്റ് എഫുമായിട്ടെടുക്കുന്നു. ഇനി നമുക്ക് ഡി എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 5,1. അപ്പോൾ ഇത് 5,1, കോർഡിനേറ്റ് 5,1, ഇ 6,5, എഫ് 0,3. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ കോർഡിനേറ്റ്സിനെ നമുക്ക് എയെ ഞാൻ x1 y1 എന്നെടുക്കുന്നു, ബിയെ x2 y2 എന്നെടുക്കുന്നു, സിയെ x3 y3 എന്നെടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മിഡ് പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് x1 + x2/2 y1 + y2/2 ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡി ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ബി അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഡി ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ബി ആകുമ്പം ഇതെന്തിന് ഈക്വലാണ്, x1 + x2/2 y1 + y2/2 ഈക്വലാണ്. അതായത് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. പക്ഷേ മിഡ് പോയിൻ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. അപ്പോൾ എന്തെഴുതാം, ഡി എന്താണ്, 5,1. 5,1 = എന്ത് വരും, ഇനി എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റ്സ്, ദാറ്റ് ഈസ് x1 + x2/2. അടുത്തത് y കോർഡിനേറ്റ്സ് y1 + y2/2, അതിൻ്റെ ആവറേജ്. ഇതാണ് മിഡ് പോയിൻറ്റ് ഫോർമുല. സാധാരണ നമ്മൾ മിഡ് പോയിൻറ്റ് ഈ LHS വരുന്നതാണ് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എയും ബിയും കോർഡിനേറ്റ്സ് തന്നിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്, എയും ബിയും നമുക്കറിയില്ല, മിഡ് പോയിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 5 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. ഇത് എന്തിന് ഈക്വലാണ്, x1 + x2/2 ഈക്വലാണ്, 1 y1 + y2/2 ഈക്വലാണ്. അപ്പോൾ ഞാൻ അതേപോലെ എഴുതുന്നു. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അല്ലാതെ എഴുതും കേട്ടോ. അപ്പോൾ എന്തെഴുതാം, 5 = x1 + x2/2. ഇനി 2വിനെ LHS ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, x1 + x2 = 5 × 2 10. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് 1 = y1 + y2/2. ഇവിടെ y1 + y2 എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഇ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബി സി. അപ്പോൾ 6 എന്തിന് ഈക്വലാണ്, 6 എക്സ് കോർഡിനേറ്റ് ആണ്. അതുകൊണ്ട് x2 + x3/2 = 6. അപ്പോൾ x2 + x3/2 = 6. 2വിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ x2 + x3 = 6 × 2 12. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അടുത്തത് y കോർഡിനേറ്റ് എന്ത് വരും, y2 + y3/2 = 5. 2 RHS ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും, y2 + y3 = 5 × 2 10. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി അടുത്തത് എഫ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സി. എക്സ് കോർഡിനേറ്റ് എടുക്കുമ്പോൾ എന്ത് വരും, x1 + x3/2 = 0. അപ്പോൾ x1 + x3 = 0 × 2 0 തന്നെ വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇനി അടുത്തത് y കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ y1 + y3/2 =
3. y1 plus y3 is equal to 3 into 2, 6. This is equation number 6. അപ്പോൾ നമുക്ക് 6 ഇക്വേഷൻസ് നമുക്കിവിടെ കിട്ടി. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ x1, x2, x3, y1, y2, y3 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ x1 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഇതിൽ നിന്ന് നമുക്ക് x1 കണ്ടുപിടിക്കാൻ ഈസി ആണല്ലോ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 5ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ 5 എന്താണ്? x1 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ നമ്പർ 5. നിങ്ങൾ താഴെയാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ ഇംപ്ലൈസ് എന്നുള്ള സൈൻ ഇടണ്ട. ഞാൻ സ്പേസ് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ റൈറ്റിലേക്ക് എഴുതുകയാണ്, അതുകൊണ്ടാണ് ഈ ഒരു സൈൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ x1 ഈസ് ഈക്വൽ ടു എന്ത് വരും? x3 RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് x3 എന്ന് വരും. അപ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് x3 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ x1നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ x1നെ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x1 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 എന്താണ്? x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ x1ന് പകരം ഞാൻ നെഗറ്റീവ് x3 കൊടുക്കുന്നു. അപ്പോൾ നെഗറ്റീവ് x3 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. ഇവിടെ നിന്ന് നമുക്ക് x2 എന്തെഴുതാം? x2 ഈസ് ഈക്വൽ ടു x3യെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 10 ഇവിടെ നെഗറ്റീവ് x3 ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് x3 ആയിട്ട് മാറും. അപ്പോൾ x2 നമുക്ക് എന്ത് കിട്ടി? 10 പ്ലസ് x3 എന്ന് കിട്ടി. ഇനി ഈ x2ൻ്റെ വാല്യൂവിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് x2 ഇൻ ഇക്വേഷൻ 3. അപ്പോൾ എന്ത് വരും? x2ന് പകരം ഞാൻ 10 പ്ലസ് x3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 10 പ്ലസ് x3 പ്ലസ് ഈ x2ന് പകരമാണ് ഞാൻ 10 പ്ലസ് x3 കൊടുത്തത്. ഇനി പ്ലസ് x3 ഇസ് ഈക്വൽ ടു 12. x3 പ്ലസ് x3 എന്തായി? 2x3 ഇസ് ഈക്വൽ ടു 10നെ ഞാൻ RHSലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 12 മൈനസ് 10 ദാറ്റ് ഈസ് 2. x3 ഇസ് ഈക്വൽ ടു 2/2 ദാറ്റ് ഈസ് 1. അപ്പോൾ x3 നമുക്ക് 1 എന്ന് കിട്ടി. x3 1 എന്ന് കിട്ടിയെങ്കിൽ x1ഉം എന്തായിരിക്കും? x1 ഈസ് നെഗറ്റീവ് x3 അല്ലേ. ദെയർഫോർ x1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് x3യുടെ പ്ലേസിൽ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ x1 നമുക്ക് നെഗറ്റീവ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് x2ഉം കൂടെ വേണം അല്ലേ. അപ്പോൾ x2 കിട്ടണം എന്ത് ചെയ്യണം? x3യുടെ വാല്യൂവിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു 10 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 11. അപ്പോൾ നമുക്ക് x3 കിട്ടി, x1 കിട്ടി, x2 കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് സോൾവിങ് y കോർഡിനേറ്റ്. അപ്പോൾ ഞാൻ ഇത് മുകളിലേക്ക് നോക്കി എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ y-യുടെ ഇക്വേഷൻസ് എല്ലാം ഞാൻ താഴോട്ട് എഴുതുവാണേ ഒന്ന്. അപ്പോൾ y-യുടെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? സെക്കൻഡ് ഇക്വേഷൻ y1 പ്ലസ് y2 ഈസ് ഈക്വൽ ടു 2. y1 പ്ലസ് y2 ഈസ് ഈക്വൽ ടു 2. അടുത്ത ഫോർത്ത് ഇക്വേഷൻ y2 പ്ലസ് y3 ഈസ് ഈക്വൽ ടു 10. അടുത്തത് y1 പ്ലസ് y3 ഈസ് ഈക്വൽ ടു 6. ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 4, ഇത് ഇക്വേഷൻ നമ്പർ 6. ഇത് മൂന്നുമാണ് നമ്മുടെ y-യുടെ ഇക്വേഷൻസ് ഇവിടെ ഉള്ളത്. അപ്പോൾ മുകളിലേക്ക് നോക്കി എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് താഴേക്ക് എഴുതി കേട്ടോ. ഇനി നമ്മൾ y കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഇക്വേഷൻ നമ്പർ 2 എടുക്കുന്നു. ഫ്രം ഇക്വേഷൻ 2, ഇക്വേഷൻ നമ്പർ 2വിൽ നിന്ന് നമുക്ക് y2 ഈസ് ഈക്വൽ ടു എന്തെഴുതാം? y2 ഈസ് ഈക്വൽ ടു 2 മൈനസ് y1 എന്ന് എഴുതാം. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y2 ഇൻ ഇക്വേഷൻ 4. ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y2ൻ്റെ പ്ലേസിൽ എന്ത് വരും? 2 മൈനസ് y1 പ്ലസ് y3 ഈസ് ഈക്വൽ ടു 10. ഇവിടെ നിന്ന് y3 നമുക്ക് എന്ത് കിട്ടും? y3 ഈസ് ഈക്വൽ ടു 2 ഇപ്പുറത്ത് പോകുമ്പോൾ 10 മൈനസ് 2 8 ആവും. y1 ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് y1 ആവും. ഇനി
ഈ y3യെ ഞാൻ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y3 ഇൻ ഇക്വേഷൻ 6. അപ്പോൾ എന്ത് വരും? y1 പ്ലസ് y3യുടെ പ്ലേസിൽ ഞാൻ 8 പ്ലസ് y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഈസ് ഈക്വൽ ടു 6. y1 പ്ലസ് y1 ഈസ് 2y1 ഈസ് ഈക്വൽ ടു 8 ഇപ്പുറത്ത് പോകുമ്പോൾ 6 മൈനസ് 8 ദാറ്റ് ഈസ് -2. ഇവിടെ നിന്ന് y1 നമുക്ക് എന്ത് കിട്ടും? -2/2 ദാറ്റ് ഈസ് -1. അപ്പോൾ y1 നമുക്ക് -1 എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ y1നെ ഞാൻ y2വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y1 ഇൻ y2. അപ്പോൾ നമുക്ക് y2 എന്ത് കിട്ടും? y2 ഈസ് ഈക്വൽ ടു 2 മൈനസ് y1 ഈസ് -1 ദാറ്റ് ഈസ് 2 പ്ലസ് 1 ഈസ് 3. അപ്പോൾ നമുക്ക് y2 3 എന്ന് കിട്ടി. ഇനി നമുക്ക് y3 കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഈ y3യിൽ y1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y1 ഇൻ y3. അപ്പോൾ എന്ത് കിട്ടും? y3 ഈസ് ഈക്വൽ ടു 8 പ്ലസ് -1 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ y3 നമുക്ക് 7 എന്നും കിട്ടി. 3 വാല്യൂസും കിട്ടി. x1 എന്തായിരുന്നു? x1 ഈസ് -1, x2 ഈസ് 11, x3 ഈസ് +1. ഇങ്ങനെയാണ് ഈ വാല്യൂസ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് കോർഡിനേറ്റ്സ് എഴുതാൻ എളുപ്പമാണല്ലോ. എ എന്തായിരുന്നു? എ ഈസ് x1 y1 അല്ലേ? അപ്പോൾ therefore coordinates of the points are A x1 y1. അപ്പോൾ -1, -1. അടുത്തത് ബി എന്തായിരുന്നു? ബി ഈസ് x2 y2 അല്ലേ? അപ്പോൾ x2 ഈസ് 11, y2 ഈസ് 3 ആൻഡ് സി ഈസ് x3 y3. അപ്പോൾ 1, 7. ഇതാണ് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നുക. അപ്പോൾ ഓരോ ഇക്വേഷൻ കണ്ടുപിടിച്ച് അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 13th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ